എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പിയായി മിസ്റ്റ് വില്ലേജ് അതങ്ങനെ ലക്ഷ്യമാക്കി കപ്പലിൽ പോവാണ്. ബോട്ട് മാസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത്രയും കാലവും ഒരു ലൊടുക്ക് ബോട്ട് ഓടിച്ചു നടന്ന ആള് ഇപ്പൊ വലിയൊരു ജയന്റ് കപ്പൽ തന്നെ ഓടിക്കുകയാണ്. തങ്ങളുടെ മിഷൻ അതൊരു പരിധി വരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത ചാരിതാർത്ഥ്യത്തിലാണ് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും. പക്ഷെ ഇവാബയ്ക്ക് ഇതിന് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല. ബൊറൂട്ടോ കാര്യം തിരക്കും. അതിനവൻ പറയും, എന്റെ സന്തോഷക്കേട് അത് മറ്റൊന്നുമല്ല, ആ പ്രിസണേഴ്സ് ആണ്. എനിക്കവരെ ഒട്ടും ഇഷ്ടമായിട്ടില്ല, മാത്രമല്ല വിശ്വാസവും ഇല്ല. നീ ആ തടിയനെ കണ്ടോ? അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തെങ്കിലുമൊക്കെ ടെററായിട്ട് ചെയ്യുമെന്ന്. അവരുടെ ബോഡിയിലുള്ള കേഴ്സ് മാർക്കിൽ എനിക്ക് യാതൊരു ട്രസ്റ്റും ഇല്ല. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് പറയും, നീ ആവശ്യമില്ലാതെ അവരെ അവിശ്വസിക്കാൻ പാടില്ല. കറക്റ്റ് സമയത്ത് അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് നമുക്ക് ആ വില്ലന്മാരെ തോൽപ്പിക്കാനും ഈ ഒരു കപ്പൽ സേഫ് ആക്കി കൊണ്ടുപോകാനും നമ്മളെല്ലാവരും ഇപ്പൊ സേഫായി ഇവിടെ നിൽക്കുന്നതിനും എല്ലാം കാരണമെന്ന് പറയും. അത് കേട്ട് ബാക്കിയുള്ളവരും അത് ശരിയാണെന്ന് പറയും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ തിരികെ പോകുന്നതിന് മുൻപ് എൻ്റെ ബോട്ട് തകർന്നതിന് കോമ്പൻസേഷൻ തരണം. വയസ്സായ എനിക്ക് ആകെയുള്ള പ്രതീക്ഷ എൻ്റെ ബോട്ടിലായിരുന്നു. ആ ബോട്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കായി പരസ്പരം ഫേസ് ടു ഫേസ് നോക്കുകയാണ്. പിന്നീട് എല്ലാവരും ശാന്തമായിട്ട് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങും. മാസ്റ്ററും കപ്പൽ ഓട്ടോമാറ്റിക് മോഡിലിട്ട് ഒരു ഭാഗത്ത് അങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ്. ഈ ഒരു കപ്പൽ അത് തീർച്ചയായിട്ടും എൻ്റെ സ്വന്തമാകുന്നുള്ള പ്രതീക്ഷയിൽ ആളങ്ങനെ കൂർക്കം വലിച്ചുറങ്ങും. കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ആരോ ഒരാൾ അവിടേക്ക് നടന്നു വരുന്നതായിട്ട് തോന്നും. മാസ്റ്റർ ആണെങ്കിൽ കണ്ണു തുറക്കും. അടുത്ത നിമിഷം ഒരു കത്തി വെച്ച് മാസ്റ്ററിനെ ആരോ വെട്ടിക്കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഒരു കോട്ടുവായൊക്കെ ഇട്ടത് കടന്നു വരികയാണ്. ആ സമയം സാറഡ അവൾ ഓടി വന്ന് ബൊറൂട്ടോടും ബാക്കിയുള്ളവരോടും കാര്യം പറയും. മാസ്റ്റർ അദ്ദേഹത്തിനെ ആരോ കൊന്നു കളഞ്ഞു. ഈ കപ്പലിൽ അൺയൂഷ്വലായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ആരോ ഒരു ചതിയൻ, നമ്മളോടൊപ്പം ഏതോ ഒരു വില്ലനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ആളുടെ അടുത്തേക്ക് വരും. ആണെങ്കിൽ ഇപ്പൊ ആളുടെ ബോഡി അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അവന് മനസ്സിലാവും ചുറ്റിക പോലുള്ള എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് അദ്ദേഹത്തെ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല കോടാലി പോലുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് ബോഡിയിൽ നല്ല ഡീപ്പായിട്ട് ഒരു ഇഞ്ചുറി ഉണ്ട്. മെയ്റ്റ്സിക അത് പറയേണ്ട താമസം അവർക്കത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലാവും. അത് മറ്റാരുമല്ല, ആ പ്രിസൺ മാൻ. ഇവാബയും പ്രിസൺ ലേഡിയും നമ്മുടെ ആൾക്കാരും എല്ലാവരും അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. അവനാണെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് അവന്റെ വെപ്പലിൽ അവന്റെ ആയുധത്തിലുള്ള രക്തക്കറ അതങ്ങനെ തുടച്ചു നിൽക്കുകയാണ്. ഇവാബയെ കാണേണ്ട താമസം അവൻ ആ ഒരു തുണി അത് പുറകിൽ മറച്ചു പിടിക്കും. പല്ല് കടിച്ച് ഒരുപാട് ദേഷ്യത്തില് ഇവാബ അവനോട് ചോദിക്കും, സത്യം പറയും, നീയല്ലേ മാസ്റ്ററിനെ കൊന്നത്? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാനൊരിക്കലും അദ്ദേഹത്തെ കൊല്ലില്ല, ഞാനല്ല അദ്ദേഹത്തെ ഒന്നും ചെയ്തത്. അത് കേൾക്കേണ്ട താമസം ഇവാബ അവനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ആ രക്തം പുരണ്ട തുണി അത് അവന്റെ കയ്യിൽ കിട്ടുകയാണ്. എനിക്ക് മനസ്സിലായി, നീ നിന്റെ വെപ്പൻ ഉപയോഗിച്ച് ആളെ കൊന്നു. രക്തക്കറയാണ് നീ ഈ തുണിയിൽ തുടച്ചെടുത്തതെന്ന് പറഞ്ഞ് ഇവാബ അവന്റെ സ്റ്റിക്ക് വെച്ച് അവനെ അറഞ്ച പുറഞ്ചാട്ടിക്കും. കവാക്കിയാണെങ്കിൽ അത് കണ്ട് ഇപ്പൊ ഇവാബയെ തടയാണ്. ഇവാബ തീർത്തു പറയും ഇവൻ തന്നെയാണ് ഇത് ചെയ്തത്. അതിന് ആ പ്രിസൺമാനാണെങ്കിൽ വീണ്ടും വീണ്ടും തർക്കിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാനല്ല അദ്ദേഹത്തെ കൊന്നത്. പ്രിസൺമാനാണെങ്കിൽ അവന്റെ സ്റ്റിക്ക് തട്ടിവിട്ട് അവിടുന്ന് ദൂരേക്ക് ഓടുകയാണ്. ഇവാബെ അവന്റെ പിന്നാലെ ഓടാൻ ശ്രമിക്കും. ഇത് കണ്ട പ്രിസൺ ലേഡി ഇബിച്ചിക്ക് അവളാണെങ്കിൽ നീഡിലൊക്കെ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാണ്. മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്, എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. യെസ്റ്റർഡേ നൈറ്റ് അവൻ നന്നായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടതാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തതെന്ന് അറിയാതെ വെറുതെ ഒരാളുടെ മേലെ കുറ്റം ആരോപിക്കുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് നീഡിലുകളെല്ലാം തന്നെ റിലീസ് ചെയ്യും. അതിനുശേഷം എല്ലാവരും ഇപ്പൊ ആ കപ്പലിന്റെ ഒരു റൂമിലേക്ക് വരികയാണ്. പ്രിസൺ ലേഡി ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ഒരു പക്ഷേ അദ്ദേഹത്തെ വെപ്പൻ ഉപയോഗിച്ച് മറ്റാരെങ്കിലും കൊന്നതായിരിക്കാം. ആ ഒരു വില്ലൻ അവൻ ഈ കപ്പലിൽ തന്നെ ഉണ്ടാവും. പുറത്തു പോകാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ എത്രയും വേഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അവനെ കണ്ടുപിടിക്കണമെന്ന് പറയും. ഇവാബയാണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന അതേ സമയം ഞാൻ ഇവനോടൊപ്പം തന്നെ ഇരിക്കും. ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവാബെ അവൻ ആ പ്രിസൺ മാന്റെ അടുത്തേക്ക് വരികയാണ്. അവനോടൊപ്പം ബൊറൂട്ടോയും അവിടേക്ക് വരും. സത്യത്തിൽ ആ ബോട്ട് മാസ്റ്റർ ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ മിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാള്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ വളരെ വിഷമമുണ്ടെന്ന് പറയും. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ മുക്കുമൂലെ അരിച്ചു പെറുക്കി യഥാർത്ഥ കൊലയാളികളെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അവരങ്ങനെ സെർച്ച് ചെയ്യും. അതേസമയം ആ ഹോസ്റ്റുകളായി പിടിച്ചു വെച്ചിരുന്ന ജനങ്ങള് അവരും ഇപ്പൊ അവിടെ നടന്ന സംഭവങ്ങൾ അതറിയാണ്. ഇവരെങ്ങനെ ഈ കാര്യം അറിഞ്ഞു ചിന്തിച്ച് നമ്മുടെ ആൾക്കാർ വണ്ടടിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഡെങ്കി ആണെങ്കിൽ ഇബിച്ചിക്കയോട് ചോദിക്കും, നിങ്ങൾ സത്യത്തിൽ ആ പ്രിസൺ മാൻ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനവൾ തീർത്തു പറയും, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ ഒരു മിഷനിൽ ഞങ്ങളും പങ്കാളികളായത് തന്നെ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ ശിക്ഷാ കാലയളവ് അത് കുറയ്ക്കാനാണ്. ഇത് കേൾക്കുമ്പോൾ ഡെങ്കിക്കും അവളിൽ കുറച്ച് വിശ്വാസമൊക്കെ തോന്നും. തട്ടിയത് ഇവാബയാണെങ്കിൽ വീണ്ടും അവന്റെ മുഖത്ത് നോക്കി അടിച്ചു പറയും, സത്യത്തിൽ ഇവൻ തന്നെയാണ് ഇത്
ചെയ്തത്. ബൊറൂട്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ വാക്ക് വിശ്വസിക്കാത്തെ? അതിന് ബൊറൂട്ടോ പറയും, കാഗുറ അവനെ അവിശ്വസിക്കുന്നില്ല. എനിക്കും ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സോ സത്യം പുറത്തു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സീൻ കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ എല്ലാവരും വീണ്ടും മാസ്റ്റർ മരിച്ചു കിടക്കുന്ന ആ റൂമിലേക്ക് വരികയാണ്. ആ കപ്പൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും അവർക്ക് ആർക്കും കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴായിരിക്കും ഡെങ്കി ബാബയോടൊപ്പം അവിടേക്ക് വരിക. ഡെങ്കി പറയും, ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ട് എല്ലാവരും ഡെങ്കിയുടെ ഭാഗത്തേക്ക് നോക്കും. ഡെങ്കിയോടൊപ്പം കുറച്ച് ആളുകൾ കൂടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാളാണെങ്കിൽ മുൻപോട്ടേക്ക് കടന്നു വന്ന് പറയും, ആക്ച്വലി ആ പ്രിസൺ മാൻ, അവനെ ഇന്നലെ ഞാൻ വാഷ്റൂമിന്റെ അടുത്ത് വെച്ച് കാണാനിടയായി. അവൻ അതിനുശേഷം സ്ട്രെയിറ്റ് പോയത് മാസ്റ്ററിന്റെ റൂമിലേക്കാണ്. അവൻ ആ സമയം അവന്റെ മാസ്ക് റിമൂവ് ചെയ്തിരുന്നു. അവന്റെ ഫേസ് അത് ഏകദേശം ആ വില്ലന്മാരുടെ ക്യാപ്റ്റൻ അവനെ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ എനിക്ക് അവനിൽ ചില സംശയമുണ്ട്. ഇത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി ഇപ്പൊ അവനോട് അവന്റെ മാസ്ക് റിമൂവ് ചെയ്യാനായിട്ട് പറയും. അവനാണെങ്കിൽ മാസ്ക് റിമൂവ് ചെയ്യാൻ തയ്യാറാവാതെ അങ്ങനെ ഇരിക്കുകയാണ്. ബാബയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനോട് മാസ്ക് ഊരാനായിട്ട് നിർബന്ധിക്കും. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അവിടുന്ന് ഓടുകയാണ്. അവൻ റാംപേജ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാർ അവന്റെ പിന്നാലെ പോയി റൗണ്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവാബയാണെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവന്റെ സ്റ്റിക്ക് അങ്ങനെ കയ്യിലെടുക്കുകയാണ്. ഇവാബയാണെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അവനെ ആഞ്ഞടിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ സ്റ്റിക്ക് പിടിച്ചു വലിച്ച് ഇവാബയെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട താമസം കവാക്കി അവൻ അവിടേക്ക് വന്ന് കർമ്മ പവർ ഉപയോഗിച്ച് ആഞ്ഞടിക്കും. ഇവാബയാണെങ്കിൽ ഷോക്കായി കവാക്കിയെ തടയാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ കവാക്കി അവനെ വെട്ടി കൊന്നുകളയാണ്. അതുകൊണ്ട് ബറൂട്ടോ ടീമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവരെല്ലാവരും ശാന്തമായിട്ട് അവിടുന്ന് അങ്ങനെ കടന്നു പോകും. ജനങ്ങളും ആകെ പേടിച്ച് വിഭ്രാന്തരായി സത്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ തിരികെ പോവാണ്. അല്പസമയം കഴിയുമ്പോൾ ആ സാക്ഷി പറഞ്ഞ ആള് നൈസായിട്ട് പ്രിസൺമാൻ്റെ അടുത്തേക്ക് വരും. അതിനുശേഷം വാട്ടർ അവന്റെ ബോഡിയിലേക്ക് ഛർദ്ദിക്കുകയാണ്. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പോൾ ആ ഒരു പ്രിസൺമാനെ പോലായി തീരുകയാണ്. അവൻ ഹാപ്പിയായി പ്രിസൺമാൻ്റെ ബോഡിയിലുള്ള ആ തുണി അതെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ പ്രിസൺമാൻ ആളങ്ങനെ ചാടി എഴുന്നേറ്റ് അവന്റെ കയ്യിൽ പിടിക്കുകയാണ്. അവനാണെങ്കിൽ ഷോക്കായിട്ട് ചുറ്റും നോക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഓരോ ഭാഗത്തിരുന്ന് ആ കാഴ്ച അങ്ങനെ കാണുകയാണ്. സത്യത്തിൽ തുടക്കത്തിൽ തന്നെ ഇവനിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ബുദ്ധിപരമായ ഒരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്ത് അവനെ ട്രാപ്പ് ചെയ്തത്. വില്ലനാണെങ്കിൽ ഷോക്കായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? അതിന് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ആ പ്രിസൺ മാനോട് ഓൾറെഡി ഇവാബയും കവാക്കിയും അവൻ രണ്ടുപേരും ഇപ്രകാരം അഭിനയിക്കാനായിട്ട് പറഞ്ഞിരുന്നു. മാത്രമല്ല അവൻ നിരപരാധിയാണെന്ന് കവാക്കി ഇവാബയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനെ ചീറ്റ് ചെയ്യാനായിട്ട് നിലത്താണ് കർമ്മ പവർ ഉപയോഗിച്ച് ആഞ്ഞു വെട്ടിയത്. കവാക്കി ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അതേ സമയം ജനങ്ങൾക്കിടയിൽ ഈ ന്യൂസ് സ്പ്രെഡായത് അവൻ മനസ്സിലാക്കി. സോ ജനങ്ങൾക്കിടയിലുള്ള ആരോ ഒരാളാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് മനസ്സിലാക്കിയ കവാക്കി അവൻ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അവനെ ട്രാപ്പ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ആൾക്കാർ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ആ ഗ്യാപ്പിൽ വില്ലനാണെങ്കിൽ വീണ്ടും വാട്ടറായി മാറി അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവന് നേരെ കുണോയ് അത് വലിച്ചെറിയാണ്. മറ്റൊരു ഭാഗത്ത് പ്രിസൺ ലേഡി അവളാണെങ്കിൽ അവനെ നീഡിൽ പവർ ഉപയോഗിച്ച് മൊത്തത്തിൽ ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണ്ടും അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ആ നീഡിലൂടെ ബോട്ടേക്ക് പാസ് ചെയ്ത് വന്ന് എഞ്ചിൻ റൂമിലേക്ക് എടുത്തു ചാടി അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. എഞ്ചിനാണെങ്കിൽ മൊത്തത്തിൽ തകർന്ന് കപ്പൽ സ്റ്റോപ്പ് ആവും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സമാധാനം. പക്ഷേ എന്താ ഇപ്പൊ കപ്പലാണെങ്കിൽ മൂവ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉടനെ കണ്ടെത്തണമെന്ന് അവർ പരസ്പരം പറയും. ഇവാബയാണെങ്കിൽ പ്രിസൺ മാനോട് ക്ഷമ ചോദിക്കും. ഇവിടെ മീറ്റ്സിക്ക് ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, സത്യത്തിൽ നീ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആയി, എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു പറയും. അത് കേട്ട് എല്ലാവരും ചിരിക്കും. ഉടനെ ഡെങ്കി അവൻ അവിടേക്ക് കടന്നു എന്ന് പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്നെ കൊണ്ട് ആ എൻജിൻ അത് റിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. അത് കേട്ട് എല്ലാവരും സാഡ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.